ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു വീടിൻ്റെ മെയിൻ വാർക്കയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ ചട്ടി കോൺക്രീറ്റ് ഞങ്ങൾ വീടിൻ്റെ ഓണറെ കൊണ്ടാണ് കേട്ടോ ഇടിച്ചത്. അങ്ങനെ ഐശ്വര്യമായിട്ട് വീടിൻ്റെ ഓണറെ ഫസ്റ്റ് ചട്ടി കോൺക്രീറ്റ് ഇട്ട് ആ എടുത്തു കൊടുത്തത് ഞങ്ങളുടെ വാർക്ക മേസ്ത്രിയാണ് ബൈജു ചേട്ടൻ. ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഒരു വീടിൻ്റെ മെയിൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റീഇൻഫോഴ്സ്മെൻറ്റ് മെത്തേഡ്സിനെ എല്ലാം കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 8mm 10mm എന്നീ തിക്നെസ്സുള്ള സ്റ്റീൽ ബാർസാണ് നമ്മൾ സ്ലാബിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബീമുകൾക്കെല്ലാം വേണ്ടി 16mm 12mm സ്റ്റീൽ ബാർസും ഉപയോഗിച്ചിട്ടുണ്ട്. 1 വേ സ്ലാബ് 2 വേ സ്ലാബ് എന്നീ 2 മെത്തേഡുകളാണ് ഇവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് മെത്തേഡ്സായി ഉപയോഗിച്ചിട്ടുള്ളത്. ആ കാണുന്നത് ഒരു കൺസീൽഡ് ബീമാണ് കേട്ടോ. കൺസീൽഡ് ആയിട്ട് സ്ലാബിൽ പോണ ബീമിനാണ് കൺസീൽഡ് ബീം എന്ന് പറയുന്നത്. 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ നമ്മൾ സ്റ്റീൽ കെട്ടിയിട്ടുള്ളത്. ഇവിടെ വലിയ റൂമുകളിലെല്ലാം 10mm സ്റ്റീൽ ബാറാണ് മെയിൻ ബാറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയ റൂമുകളിലൊക്കെ 8mm ആണ് ഡിസ്ട്രിബ്യൂട്ടറും മെയിൻ ബാറും രണ്ടും 8mm തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിൻഡാൽ കമ്പനിയുടെ സ്റ്റീലാണ് കേട്ടോ നമ്മൾ സ്ലാബിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വാർക്കയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അൾട്രാടെക് സിമെൻ്റാണ്. വാർക്കയ്ക്ക് എപ്പോഴും നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സിമെൻറ്റ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. M15 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് കേട്ടോ നമ്മൾ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്നത്. M15 എന്ന് പറഞ്ഞാൽ 1:4 ആണ് അതിൻ്റെ റേഷ്യോ, കോൺക്രീറ്റ് മിക്സ് റേഷ്യോ. പിന്നെ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.45 ഒക്കെയാണ്. അതായത് ഒരു 25 ലിറ്റർ വെള്ളമൊക്കെയാണ് ഒരു ചാക്ക് കോൺക്രീറ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളം എപ്പോഴും കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം വെള്ളം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. വെള്ളം കൂടിയാൽ ലീക്കേജും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയാനൊക്കെ കാരണമാവും. വെള്ളം കുറഞ്ഞാലും അത് ക്രാക്കിനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വാർക്കയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റായിട്ട് നോക്കണം നമ്മൾ തട്ട് കംപ്ലീറ്റ് ക്ലീൻ ആണോ എന്ന് നോക്കണം. അതായത് പൊടി, അവരുപയോഗിച്ച കെട്ട് കമ്പി, ആണി, പിന്നെ ഇലകൾ, അങ്ങനത്തെ വേസ്റ്റുകളൊന്നും തട്ടിൻ്റെ മേലെ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റീൽ ബാർസിനൊക്കെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കവറിങ് വേണം. അതിന് നമ്മൾ കവറിങ് ബ്ലോക്ക് വെക്കണം. കവറിങ് ബ്ലോക്ക് വെക്കുമ്പോൾ നമുക്കൊരു 20mm കവറിങ് കിട്ടും. കവറിങ് കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കമ്പി പുറത്തേക്ക് വന്നാൽ അത് അറ്റ്മോസ്ഫിയറായിട്ട് ആക്ട് ചെയ്തിട്ട് കൊറോഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വാർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വൈബ്രേറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസ്. വൈബ്രേറ്റർ എല്ലാവിടെയും കറക്റ്റായിട്ട് എത്തണം. വൈബ്രേറ്റർ ഓവറായിട്ട് യൂസ് ചെയ്താലും പ്രശ്നമാണ്. വൈബ്രേറ്റർ ഓവറായിട്ട് യൂസ് ചെയ്താൽ സെഗ്രഗേഷന് ചാൻസ് ഉണ്ട്. സെഗ്രഗേഷൻ എന്ന് വെച്ചാൽ മെറ്റലും കോൺക്രീറ്റ് ആയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. മെറ്റൽ സെപ്പറേറ്റ് ആവും, ഗ്രൗട്ട് സെപ്പറേറ്റ് ആവും, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് യൂസ് ചെയ്യരുത്, എന്നാൽ കറക്റ്റായിട്ട് എല്ലാവിടെയും യൂസ് ചെയ്യണം. കറക്റ്റായിട്ട് യൂസ് ചെയ്യണ എന്താണെന്ന് വെച്ചാൽ, വൈബ്രേറ്റർ വയ്ക്കുമ്പോൾ എയർ വോയിഡ്സ് എല്ലാം പോയിട്ട് കോൺക്രീറ്റ് കറക്റ്റായിട്ട് കോമ്പാക്റ്റ് ആവും. അപ്പോൾ കോൺക്രീറ്റിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലിട്ടേക്കുന്ന ഇലക്ട്രിക്കൽ പൈപ്പ്സ് ഒന്നും കേട് വരാണ്ട് നോക്കണം. അതൊന്നും പൊട്ടിപ്പോകാണ്ട് നോക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺക്രീറ്റിൻ്റെ തിക്നെസ് കോൺക്രീറ്റിൻ്റെ ലെവല് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. കോൺക്രീറ്റ് ഇടുന്നത് കൂടുതലാവാനൊന്നും പാടില്ല, മുഴ പോലെ നിൽക്കാനൊന്നും പാടില്ല. കോൺക്രീറ്റിൻ്റെ ലെവല് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എപ്പോഴും. കോൺക്രീറ്റിൻ്റെ അവസാനം ഈ കൽപ്പാണി കോലരിയൊക്കെ ഉപയോഗിച്ച് ലെവലൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ അത് ഇടിയം വെച്ച് ഇടിച്ചിട്ട് ശരിക്കും കോമ്പാക്റ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ ടർപ്പായ വെച്ച് മൂടും. ടർപ്പായിട്ട് മൂടണ എന്തിനാണെന്ന് വെച്ചാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഗ്രൗട്ടൊക്കെ ഒലിച്ചു പോകാണ്ടിരിക്കാനും
പിന്നെ ഓവർ വെയിലാവുമ്പോൾ ഭയങ്കര ഹീറ്റായിട്ട് സ്ലാബ് ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് ടർഫായിട്ട് മൂടുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് ഗൈസ് ടർഫായൊക്കെ മൂടി. ഇനി നമ്മൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.